ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മൾ കൊച്ചിയിൽ വൺ ഡേ ടൂർ പോവുകയാണെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നതിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹിൽ പാലസ് ആണ്. അതേപോലെ തന്നെ ഇത് ഫോർട്ട് കൊച്ചി. ഇവിടേക്ക് പോകേണ്ട അതോ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് അങ്ങനെ എത്തിപ്പെടാവുന്നതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വിശദമായിട്ട് വിശദീകരിച്ച് തരാം. നമ്മൾ മെട്രോ പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം റോഡ് വഴിയാണെങ്കിൽ നല്ല ബ്ലോക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കഴിയുന്നതും നമ്മൾ മെട്രോ തന്നെ യൂസ് ചെയ്യുക. മെട്രോ എപ്പോഴും ഉണ്ടാവും കേട്ടോ. നമ്മൾ വാട്ടർ മെട്രോ ആണ് 20 മിനിറ്റ് ഉണ്ടാവുക. നമ്മുടെ കൊച്ചി മെട്രോ അപ്പോൾ ഓരോ 3 മിനിറ്റിനും ഓരോ ട്രെയിനുണ്ട്. ഞങ്ങൾ ആദ്യം പോയത് ഹിൽ പാലസിലേക്കാണ്. അപ്പോൾ നമ്മൾ സൗത്തിൽ ട്രെയിൻ ഇറങ്ങുക, എന്നിട്ട് അതിന് തൊട്ടടുത്ത് തന്നെയാണ് മെട്രോ സ്റ്റേഷൻ. അവിടെ പോവുക. അവിടെ പോയിട്ട് SN ജംഗ്ഷൻ ടിക്കറ്റ് എടുക്കുക. ഇതേപോലെ കൊച്ചിയിലെ നല്ല രസമുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ യാത്ര ചെയ്യാവുന്നതാണ്. അവിടേക്ക് 30 രൂപയുള്ളൂ ടിക്കറ്റ് ചാർജ്. SN ജംഗ്ഷൻ ഇറങ്ങിയിട്ട് നമുക്ക് ഒരു ഓട്ടോ വിളിക്കാവുന്നതാണ്, അഥവാ ഹിൽ പാലസിലേക്ക്. അവിടെ അടുത്ത് തന്നെയാണ്, ഒരു 50 രൂപയുടെ ഓട്ടോ ഉള്ളൂ. അവിടെ എത്തിയാൽ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മളെ കൊണ്ടുപോയിട്ട് ഇറക്കും. നമുക്കിങ്ങനെ ഒരു ഗേറ്റ് കാണാം. രാവിലെ 9 മണി മുതൽ ടിക്കറ്റ് കൊടുക്കും. 9:30 തുറക്കുക. മുതിർന്നവർക്ക് 50 രൂപയും അതുപോലെ തന്നെ 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 10 രൂപയാണ്. പിന്നെ ഫോട്ടോഗ്രാഫിക്ക് മൊബൈലിന് 10 രൂപ. പിന്നെ ഇവിടെ ഗൂഗിൾ പേ ഇല്ല കേട്ടോ, അഥവാ ക്യാഷ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ക്യാഷ് കൈ വെച്ചിട്ട് വേണം പോവാനും. അപ്പോൾ ഞങ്ങളങ്ങനെ 4 പേര് കൂടിയാണ് പോയത്. 4 പേർക്ക് ടിക്കറ്റ് എടുത്തു. പിന്നെ അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. നിങ്ങൾ കുട്ടികളായിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഹിൽ പാലസ് കയറുന്നതിൻ്റെ മുന്നേ തന്നെ ഈ പാർക്കിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ടടുത്ത് പോയാൽ കുട്ടികൾക്കുള്ള പാർക്ക് കാണാൻ കഴിയും. ഒരു 10 വയസ്സ് 12 വയസ്സുള്ള കുട്ടികളായിട്ടാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ പാർക്കിൽ കയറിയതിന് ശേഷം മാത്രം ഹിൽ പാലസിലേക്ക് കയറുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ എൻ്റെ അഭിപ്രായത്തിൽ. കാരണം ഹിൽ പാലസൊക്കെ നമ്മൾ ഫുള്ള് കറങ്ങി വരുമ്പോഴത്തേന് നമ്മൾ ഒരുപാട് ക്ഷീണിച്ചിരിക്കും. കാരണം കുറേ നടക്കാനുണ്ട്. അതേപോലെ ഈ ഫുള്ള് സ്റ്റെപ്പൊക്കെ കയറിയിട്ടാണ് നമ്മൾ അവിടെ എത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഈ പാർക്കിൽ കയറിയിട്ട് ശേഷം മാത്രം നമ്മൾ ഹിൽ പാലസിലേക്ക് കയറുക. ഇതേപോലെ നല്ല രസമുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. ഇവിടെ ഫോട്ടോ എടുക്കുന്ന അടിപൊളിയാണ് കേട്ടോ. അവിടെ എത്തിയാൽ നമ്മൾ ചെരുപ്പ് അവിടെ തൊട്ടടുത്ത് തന്നെ ക്ലോക്ക് റൂമുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് വെക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ തിരിച്ച് ഇതിൻ്റെ എൻട്രൻസിലേക്ക് തന്നെ വരിക. നമുക്ക് ഫോട്ടോ എടുക്കാനേ അലൗഡ് ഉള്ളൂ കേട്ടോ. ഇപ്പോൾ നിങ്ങൾ 10 രൂപ കൊടുത്താലും നിങ്ങൾക്ക് അതിനുള്ളിൽ കയറി ഫോട്ടോ എടുക്കാനുള്ള അലൗഡേ ഉള്ളൂ, വീഡിയോ എടുക്കാനുള്ള അലൗഡ് ഇല്ല. ഇതാണ് ആദ്യത്തെ ലിഫ്റ്റ്. 1914 ഇത് നിർമ്മിച്ചത്. അതേപോലെ ഇത് ഒറ്റ തടി കൊണ്ട് നിർമ്മിച്ച ഒരു ശില്പമാണ്. നല്ല വലിപ്പമുണ്ട് കേട്ടോ ഇത് കാണാൻ. ഇവിടെ ഇത് അവിടുത്തെ ഗൈഡ് നമുക്ക് വിശദീകരിച്ച് തരികയും ചെയ്യും. പിന്നെ അതേപോലെ തന്നെ കൊച്ചിയുടെ ഫുള്ള് ചരിത്രങ്ങളുണ്ട് കേട്ടോ. അതേപോലെ നമ്മുടെ ഒരുപാട് പഴക്കമുള്ള ചരിത്രങ്ങളൊക്കെ ഫുള്ളായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എൻ്റെ അഭിപ്രായത്തിൽ നിർബന്ധമായിട്ട് പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഹിൽ പാലസ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ഈ സിസ്റ്റമാണ്. കാരണം ഇത് നമ്മൾ ആ നടന്നു പോകുന്ന വഴിയിലാണ് ഈ വിൻഡോ പോലെയുള്ളത്. ഇത് ശരിക്കും നമ്മൾ പുറത്തു നിന്നുള്ള കാറ്റുണ്ടല്ലോ, അത് തട്ടിയിട്ട് നമ്മൾ ആ നടന്നു പോകുന്ന വഴിയിലേക്ക് ശരിക്കും ഈ ടൈലൊക്കെ ഫുള്ള് കൂളാവും. നമുക്കിത് ക്ലോസ് ചെയ്യുകയും ചെയ്യാൻ വേണമെങ്കിൽ. ഇത് ആ ക്ലോസ് ചെയ്തപ്പോൾ ഞങ്ങളെടുത്തൊരു പിക്ചറാണ്. അത് നമ്മളിങ്ങനെ ഇത് ഓപ്പൺ ആക്കിയാൽ നല്ല തണുത്ത കാറ്റായിരിക്കും ഉള്ളിലേക്ക് വരിക. ഒരു AC ഫീൽ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും.
പിന്നെ പഴയ കുറേ വസ്തുക്കൾ നമുക്ക് കാണാൻ കഴിയും. അയൺ ബോക്സ്, ഇതാണ് ആദ്യത്തെ കറങ്ങുന്ന കസേര. ഇപ്പൊക്കെ നമുക്ക് അത്ഭുതമായിട്ട് തോന്നും. ഇത് നമ്മൾ കേട്ടിട്ടില്ലേ വിളംബരം ചെയ്യുന്നത്, അതാണിത്. ആ ബാക്കിലുള്ളതൊക്കെ മുള കൊണ്ട് നിർമ്മിച്ചതാണ് കേട്ടോ. അതേപോലെ പല്ലക്കിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. പലതരത്തിലുള്ള പല്ലക്കുകൾ നമ്മളവിടെ കണ്ടു. അതേപോലെ മുന്നിൽ ഈ റാന്തലൊക്കെ വെച്ചിട്ടുള്ള പല്ലക്കുണ്ടായിരുന്നു, രാത്രി കാലങ്ങളിലൊക്കെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. ഈ പല്ലക്കൊക്കെ അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ 2 റാന്തൽ പോലെയൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ പീരങ്കി കാണാം. പിന്നെ ഇത് പണ്ട് കാലങ്ങളിൽ വലിയ ശിക്ഷയായിട്ട് കൊടുത്തിരുന്നതാണ്. ഇതിൽ ഒരാളെ കെട്ടി തൂക്കും, എന്നിട്ട് ആൾ പട്ടിണി കിടന്നിട്ടും ഈ പക്ഷികളൊക്കെ വന്നിട്ട് കൊത്തിയിട്ടൊക്കെയാണ് അയാൾ മരിക്കുക, കടുത്ത കുറ്റകൃത്യങ്ങൾക്ക്. ശരിക്കും സത്യത്തിൽ ഇപ്പോഴും ഇത് വേണമെന്ന് തോന്നിപ്പോയി. പിന്നെ കുറേ പഴയകാലത്തെ രാജാക്കന്മാർ ഉപയോഗിച്ച വസ്ത്രങ്ങളാണ്. നിങ്ങൾ കുട്ടികളായിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരണം കേട്ടോ. അതിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ ദിനോസർ ഉള്ളത്. ഇത് വലിയ ദിനോസറാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ പോയിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സാധനം തന്നെയാണ്. കുട്ടികൾക്ക് ഏറെ ഇഷ്ടമാവുകയും ചെയ്യും. ഇതിൻ്റെ നമ്മളെ പാലസിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇത് വരുന്നത്, ബാക്ക് സൈഡിലായിട്ട്. ഇത് പിന്നെ ബാക്ക് സൈഡിൽ റൈറ്റ് സൈഡിലായിട്ട് വരുന്നതാണ് ഈ മാൻകൂട്ടങ്ങൾ. കുറേ മാനമുണ്ട് കേട്ടോ. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ക്യാൻറ്റീന്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാം. നമ്മളോടൊക്കെ ഭയങ്കരമായിട്ട് ഇണങ്ങിയ മാനുകളെ പോലെ തോന്നും, കാരണം അടുത്തുനിന്ന് വന്നാൽ അവർക്കും വലിയ കുഴപ്പമൊന്നുമില്ല. തൊട്ടടുത്തൊക്കെ നിന്നിട്ട് കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ തിരിച്ച് ഞങ്ങൾ നേരെ എസ് എൻ ജംഗ്ഷനിലേക്ക് തന്നെ വന്നു, മറൈൻ ഡ്രൈവ് പോകാൻ വേണ്ടിയിട്ട്, അഥവാ വാട്ടർ മെട്രോ പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് അഥവാ നമ്മുടെ മിൽമയുടെ പ്ലാന്റ് കാണാം. അതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ആദ്യത്തെ ഫുള്ളി സോളാർ പവേർഡ് പ്ലാന്റ് നമ്മുടെ എറണാകുളത്തുള്ള മിൽമയാണ്. ശരിക്കൊരു അഭിമാന നേട്ടം തന്നെയാണ്. ഇന്ത്യസ് ഫസ്റ്റ് ഫുള്ളി സോളാർ പവേർഡ് പ്ലാന്റ്. നമ്മൾ ഹിൽ പാലസിൽ നിന്ന് വേഗം ഇറങ്ങണം കേട്ടോ, കാരണം നമുക്ക് പിന്നെ കുറേ ഏരിയ കവർ ചെയ്യാനില്ല, അതുകൊണ്ട്. Our farewell bag is going to enter platform number 1. Please stand behind the yellow line. Thank you. എന്നിട്ട് നമ്മൾ അടുത്തത് എം ജി റോഡ് ജംഗ്ഷനിലേക്ക് മെട്രോ കയറുക. Our Federal Bank Limited forward the train. Platform number 1. Arrange a tempo. ഈ എം ജി റോഡ് ജംഗ്ഷനിൽ ഇറങ്ങിയാൽ നമുക്ക് പിന്നെ വാട്ടർ മെട്രോക്ക് പോകാൻ നിങ്ങൾ ഓട്ടോ വിളിക്കേണ്ട ആവശ്യമില്ല, കാരണം അവിടുന്ന് ഈ മെട്രോ അടുത്ത് തന്നെ ബസ് സർവീസ് ഉണ്ട്. അഥവാ ഓരോ 20 മിനിറ്റിലും ഇതേപോലത്തെ ഫുള്ളി എയർ കണ്ടീഷൻഡ് ബസ് തന്നെയാണ്. അതിൽ തന്നെ നമ്മൾ കയറിയാൽ മതി. അത് നമ്മളെ ഈ വാട്ടർ മെട്രോയുടെ തൊട്ടടുത്ത് തന്നെ കൊണ്ടുപോയിട്ട് നമ്മൾ ഇറക്കി തരും. അപ്പോൾ നമ്മൾ ഓട്ടോയിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഇത് മെട്രോ തന്നെ ചെയ്യുന്നൊരു സർവീസാണ്. നിങ്ങൾ ഏകദേശം ഒരു 12-1 മണിയാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഹോട്ടലുണ്ട്. അവിടുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രം കയറിയാൽ മതി. പിന്നെ നമുക്ക് അവിടെ പോയാലും അവിടെ ഹോട്ടലൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ നേരെ ഫോർട്ട് കൊച്ചിയാണ് പോണത്. നമ്മൾ വാട്ടർ മെട്രോ ഫുൾ എയർ കണ്ടീഷനാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ട്ടാ. അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ് സത്യത്തിൽ. പിന്നെ ഫോർട്ട് കൊച്ചി പോകുമ്പോൾ ആദ്യം ഇത് വൈപ്പിനിൽ പോകും, എന്നിട്ട് ആളെ ഇറക്കിയിട്ടാണ് പിന്നെ അടുത്തത് ഫോർട്ട് കൊച്ചി പോകുന്നത്. അപ്പോൾ നമ്മൾ ബോർഡ് നോക്കുക, എന്നിട്ട് അതിന് ശേഷം മാത്രം ബോട്ടിൽ നിന്ന് ഇറങ്ങി, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിനോടൊക്കെ ചോദിച്ചിട്ട് അതിന് ശേഷം മാത്രം ഇറങ്ങിയാൽ മതി. കൊച്ചിയിൽ പോയാലും മസ്റ്റായിട്ട് നമ്മൾ വാട്ടർ മെട്രോ കയറണം കേട്ടോ.
കാരണം അത്രത്തോളം രസമുള്ള കാഴ്ചകളുണ്ടായിരുന്നു. നമ്മളെ സീറ്റിൻ്റെ അടിയിൽ സേഫ്റ്റി ബെൽറ്റ് ഉണ്ട്. അതേപോലെ തന്നെ അതിൽ ആ ഡിസ്പ്ലേയിൽ അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാ പാസഞ്ചേഴ്സിനും. ഇതിൽ 96 പാസഞ്ചേഴ്സാണ് പറഞ്ഞിട്ടുള്ളത്. അവർ 50 സീറ്റിങ്ങും പിന്നെ 46 ആൾ നിന്നിട്ടും. അപ്പോൾ നമ്മളൊക്കെ ആൾക്കാരൊക്കെ കൗണ്ട് ചെയ്തിട്ടുണ്ടോ അതിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഓരോ 20 മിനിറ്റിലാണ് സർവീസ്. അപ്പോൾ നമ്മളങ്ങനെ ഫോർട്ട് കൊച്ചി എത്തി. അത്യാവശ്യം ചീനവലയുണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. നമ്മൾ കുട്ടികളായിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഈ പാർക്കിൽ കയറുക. കാരണം 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ആ പാർക്കിൽ. ചെറിയ കുട്ടികളായിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇതിൽ കയറാൻ ശ്രമിക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ സ്ട്രീറ്റാണ്, അഥവാ ഫുള്ള് കച്ചവടക്കാരായിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. കരകൗശല വസ്തുക്കളും അതേപോലെ ഫുഡ് ഐറ്റംസും. ഫുഡ് ഐറ്റംസ് നിങ്ങളുടെ ഇഷ്ടം പോലെ ട്രൈ ചെയ്യാം. നടക്കാൻ കുറേ ഉണ്ട് കേട്ടോ, കാരണം അതിനടുത്ത് തന്നെ നല്ല രസമുണ്ട് കാണാൻ. ഇത് പിന്നെ നമ്മുടെ ഈ ശംഖൊക്കെ വെച്ചിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവില്ലേ, ലക്ഷദ്വീപിലൊക്കെ പോയവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അങ്ങനത്തെ ഐറ്റംസാണ്. പിന്നെ നമുക്ക് ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ പോലത്തെ ഐറ്റംസ്. പിന്നെ കീ ചെയിന്, മാലകൾ, നമ്മൾ ഈ വീട്ടിലൊക്കെ തൂക്കാൻ പറ്റിയ പോലത്തെ മാലകൾ, അങ്ങനത്തെ ഐറ്റംസ് ആയി കുറേ. പിന്നെ നമ്മൾ അലിൻ ജോസ് പെരേര ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ആശാന് വീഡിയോ എടുത്തപ്പോൾ ആശാൻ അങ്ങനെ മെല്ലെ എസ്കേപ്പായി അവിടുന്ന്. എന്നിട്ട് പിന്നെ ഞങ്ങൾ ബസ്സിനാണ് പോയത് സൗത്തിലേക്ക്. ഞങ്ങൾ വൈകിയെന്ന് വിചാരിച്ചിട്ട് പോയി, പക്ഷേ പിന്നെ ഗുരുവായൂരേക്കുള്ള ട്രെയിൻ ഉണ്ടായതുകൊണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ചിട്ട് എടപ്പള്ളിക്കുള്ള മെട്രോ കയറി. അങ്ങോട്ട് 40 രൂപയാണ് ചാർജ്. നേരെ ലുലു മാളിൽ വന്നിറങ്ങി. എടപ്പള്ളി മെട്രോ കയറിയാൽ നിങ്ങൾക്ക് സുഖമാണ്, പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല. മെട്രോ തന്നെ ലുലുവിലേക്ക് എൻട്രൻസ് ഉണ്ട്. നിങ്ങൾ കാണുന്നതാണ് എൻട്രൻസ്. എന്നിട്ട് നമ്മൾ നേരെ ലുലുവിൽ കയറി. അത്യാവശ്യം ഏരിയ ഉണ്ട്. നമുക്ക് പിന്നെ 7:20 7:30ക്കാണ് ട്രെയിൻ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തുള്ളൂ. പിന്നെ ഇതിൻ്റെ നമ്മൾ ലുലു കയറിയാൽ സെക്കൻഡ് ഫ്ലോറിലാണ് മെട്രോയിലേക്കുള്ള എൻട്രൻസ്. സെക്കൻഡ് ഫ്ലോറിൽ ഓരോ വാക്ക് വേയിലും ഇതേപോലെ ബോർഡ് നിങ്ങൾക്ക് കാണാൻ കഴിയും, വേ ടു മെട്രോ എന്ന് പറഞ്ഞിട്ട്. അതിലേക്ക് നിങ്ങൾ നേരെ നടന്നാൽ മതി. അപ്പോൾ നമ്മൾ മെട്രോയുടെ എൻട്രൻസ് കാണാം. ഇതേപോലത്തെ ബോർഡ് നിങ്ങൾക്ക് കാണാൻ കഴിയും, മെട്രോ എൻട്രൻസ് എന്ന്. എന്നിട്ട് നിങ്ങൾ നേരെ ചെന്നാൽ അവിടെ തന്നെ നമ്മളെ കൗണ്ടറുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് എവിടെയാണോ പോകേണ്ടത് അവിടെ നിന്ന് ടിക്കറ്റ്